മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് കടുക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത മുന്നറിയിപ്പിന് ശക്തമായ മറുപടിയുമായി ഇറാൻ രംഗത്ത് വരികയാണ്. അതുപോലെ തന്നെ ഇറാനുമായി കരാർ സാധ്യമായില്ല എങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഇവിടെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. യുദ്ധം വളരെ വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ ഇപ്പോൾ കരാറിനായി തന്നെ യാചിക്കുകയാണ് എന്നാണ് ട്രംപ് ഇവിടെ അവകാശപ്പെടുന്നത്. ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകിയാൽ അവിടെ ഒന്നും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത ഭാഷയിലായിരുന്നു ഇറാൻ പ്രതികരിച്ചത്. അമേരിക്ക വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ അതിന് അപ്രതീക്ഷിത സർപ്രൈസ് ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുറന്നടിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. അമേരിക്കൻ ഭീഷണിയെ ഇറാൻ ഭയക്കുന്നില്ല എന്നും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി മുൻപത്തേക്കാൾ ശക്തമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ സൈന്യവും മുന്നറിയിപ്പുമായി തന്നെ രംഗത്തെത്തി. ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മേഖലയിലെ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇതിനിടെ തന്നെ അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായാൽ ആഗോള എണ്ണവില മുതൽ സുരക്ഷാ സാഹചര്യങ്ങൾ വരെ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ കടുത്ത നിലപാടും ഇറാന്റെ തുറന്ന വെല്ലുവിളിയും പശ്ചിമേഷ്യ വീണ്ടും വലിയ അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇരു രാജ്യങ്ങളും വാക്പോരിൽ നിന്നും സൈനിക നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോക ശക്തികൾക്കിടയിൽ പോലും ഉയരുന്നത്. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ കരാറിനായി തന്നെ യാചിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കരാറിലേക്ക് എത്താൻ ഇനിയും വൈകിയാൽ ഇറാനിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. അതേപോലെ തന്നെ വീണ്ടും യുദ്ധം തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് സർപ്രൈസ് ഉണ്ട് എന്നും, അതായത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇറാൻ ശക്തമായ ഭീഷണി മുഴക്കുന്നത്. അമേരിക്കൻ ഭീഷണിയെ ഭയക്കുന്നില്ല എന്ന തിരിച്ചടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ആക്രമണത്തിന് ഉത്തരവിട്ടത് 1 മണിക്കൂർ കഴിഞ്ഞാണ് താൻ അത് മാറ്റിവെച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ടെഹ്റാൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് യുദ്ധം പുനരാരംഭിക്കാൻ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചെന്ന് പറഞ്ഞതിന് 1 ദിവസത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും ഇത്തരത്തിൽ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.